DHAയുടെ എലിജിബിലിറ്റി ലെറ്റർ ഒരിക്കലും നമുക്ക് അബുദാബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അബുദാബിയിൽ നിന്നും റിസൈൻ ചെയ്ത് നിങ്ങൾ നാട്ടിൽ പോവുകയാണെങ്കിൽ 3 വർഷം വരെ നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നമില്ല. വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഹബീബി കം ടു DXP പോഡ്കാസ്റ്റ് എക്സ്പ്രസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മെഡ്ഗ്ലോബ് കൺസൾട്ടൻസിയുടെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ ടിബിൻ മാത്യു ആണ്. ടിബിൻ, നമസ്കാരം. നമസ്കാരം. ടിബിൻ ബ്രോ, അതായത് എൻ്റെ വീഡിയോയിലുള്ള ആളുകളെല്ലാം കമൻറ്റ് ചോദിക്കുന്നുണ്ട്, ഈവൻ അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ടും ചോദിക്കുന്നുണ്ട് ഈ ലൈസൻസ് ട്രാൻസ്ഫറിനെ പറ്റി. അതായത് ഹെൽത്ത് കെയറിലുള്ള, ഇവൻ നേഴ്സ് മാത്രമല്ല, ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും അവരുടെ ലൈസൻസുകൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പോഡ്കാസ്റ്റ് നമുക്ക് അതിന് വേണ്ടി മാത്രം അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു പോഡ്കാസ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ടിബിൻ ബ്രോ, അതായത് ഞാൻ ദുബായ് ബേസ് ചെയ്യാണ്. അപ്പം ഞാനൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ്. സപ്പോസ് ഞാനൊരു നേഴ്സാണ്. എനിക്ക് DHA ആണുള്ളത്. അപ്പോൾ എനിക്ക് ഒന്ന് അബുദാബിയിലോട്ട് മാറണം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എമിറേറ്റ്സിലോട്ട് എനിക്കൊന്ന് ട്രാൻസ്ഫർ ഇടണം, അല്ലെങ്കിൽ എനിക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഈ പറയുന്ന ഏതെങ്കിലും ദുബായ് അല്ലാതെ വേറൊരു എമിറേറ്റ്സിൽ കിട്ടിയാൽ, അപ്പോൾ എനിക്ക് DHA വെച്ചിട്ട് എനിക്ക് ഈ എമിറേറ്റ്സിൽ ജോലി ചെയ്യാൻ പറ്റുമോ? അതല്ലെന്നുണ്ടെങ്കിൽ ഈ DHA ആ എമിറേറ്റ്സിൻ്റെ എക്സാമുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് ഹാദ് അല്ലെ MOH ഇതുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? അതിന് എത്രത്തോളം സമയം എടുക്കും? എന്തൊക്കെ ഡോക്യുമെൻറ്റും കോസ്റ്റുമാണ് അതിന് വേണ്ടത്? ഓക്കെ, നമുക്ക് ദുബൈയുടെ ലൈസൻസും അബുദാബിയുടെ ലൈസൻസും MOH ലൈസൻസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ ചോദ്യത്തിൽ ആദ്യത്തേത്, ദുബായ് ലൈസൻസ് അബുദാബിയിലേക്കും ഷാർജയിലേക്കും MOHയിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായും സാധിക്കും. നിങ്ങൾ ദുബായിൽ എലിജിബിലിറ്റി ഹോൾഡർ ആണെങ്കിൽ, അതായത് എക്സാം പാസ്സായ എലിജിബിലിറ്റി ലെറ്റർ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് UAE MOHയിലേക്ക് ഈസി ആയിട്ട് വിത്തിൻ 3 ഡേയ്സിൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റാൻ സാധിക്കും. അതിന് ചെറിയ പേയ്മെൻറ്റുകളെ വരുന്നുള്ളൂ. നേഴ്സുമാരൊക്കെ ആണെങ്കിൽ 1000 ദിർഹംസ് എബോവ് വരും. ഡോക്ടേഴ്സ് ആണെങ്കിൽ ഒരു 1300 ദിർഹംസ് വരും ട്രാൻസ്ഫറിങ്ങിന്. അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഏകദേശം 1000 to 1100 ദിർഹത്തിനുള്ളിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് എലിജിബിലിറ്റി ലെറ്റർ ആണ്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ എലിജിബിലിറ്റി ലെറ്റർ MOH ഇവാലുവേഷനായിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. ഈ DHAയുടെ എലിജിബിലിറ്റി ലെറ്റർ ഒരിക്കലും നമുക്ക് അബുദാബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അബുദാബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ ലൈസൻസ് ഹോൾഡർ ആയിരിക്കണം. അതായത് ദുബായിൽ ലൈസൻസ് ഹോൾഡർ ആയിരിക്കണം. DHA ലൈസൻസ് ഹോൾഡർ ആണെങ്കിൽ അബുദാബിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ MOHയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് അബുദാബിയിലേക്ക് മാറ്റാം. അതിന് ചെയ്യേണ്ട എന്താ വെച്ചാൽ, വാലിഡ് ആയിട്ടുള്ള ദുബായ് ഹെൽത്ത് ലൈസൻസ് ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ നിന്ന് ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അവിടെ ഒരു 2-3 വർഷമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സർവീസ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഈ 3 ഡോക്യുമെൻറ്റും നമ്മൾ അബുദാബിയിൽ ഡാറ്റ ഫ്ലോ ചെയ്യണം. അബുദാബിയിൽ ഡാറ്റ ഫ്ലോ ചെയ്തിട്ട് നമ്മളിതിനെ അബുദാബിയുടെ എലിജിബിലിറ്റി ആയിട്ട് മാറ്റും. അബുദാബിയിൽ എലിജിബിലിറ്റി ലെറ്റർ എന്ന് പറഞ്ഞ ഇഷ്യൂ ചെയ്യുന്നില്ല. പകരം പെൻഡിങ് ഡോക്യുമെൻറ്റ്സ് ടു അറ്റാച്ച് എ നോമിനേഷൻ ലെറ്റർ, അതിന് വാലിഡിറ്റി 90 ദിവസമാണ്. 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആവുകയും നമുക്ക് വീണ്ടും പുതിയൊരു ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. MOHയിൽ നിന്നും അബുദാബിയിലേക്ക് വരണമെങ്കിൽ ഈ സെയിം സിസ്റ്റമാണ്. MOHയിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. MOHയിൽ നിന്നും നിങ്ങൾ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കണം. അവിടെ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഈ 3 ഡോക്യുമെൻറ്റും അബുദാബിയിൽ ഡാറ്റ ഫ്ലോ ചെയ്ത് സെയിം ക്രെഡൻഷ്യൽ ചെയ്ത് ഈ പെൻഡിങ് ഡോക്യുമെൻറ്റ്സിലേക്ക് നമ്മൾ മാറ്റണം. അതിനുശേഷം നിങ്ങൾക്ക് ലൈസൻസ് ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയർ, ഒരു ക്ലിനിക്കോ മെഡിക്കൽ സെൻ്ററോ ഒരു ഹോസ്പിറ്റലോ ഏതെങ്കിലും ഒരു എംപ്ലോയർ നിങ്ങൾക്കൊരു നോമിനേഷൻ ലെറ്റർ, ഓഫർ ലെറ്റർ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്ന് അത് നോമിനേറ്റ് ചെയ്ത് ഹാദിൽ സബ്മിറ്റ് ചെയ്യുമ്പം വിത്തിൻ 24 hours നിങ്ങൾക്ക് അബുദാബിയുടെ ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു വീണ്ടും ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല? ഒരിക്കലും ഇല്ല, ഒരു എക്സാമും ഇല്ല. ഇനി മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ ജോലി ചെയ്തിട്ട് നിങ്ങൾ ഒരു റിസൈൻ ചെയ്ത് ലൈസൻസ് അവിടെ ക്യാൻസലായി, നമുക്കത് അബുദാബിയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് അത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാധിക്കും, പക്ഷേ വിത്തിൻ 6 months ആയിരിക്കണം. അതായത് ഈ ലൈസൻസ് ക്യാൻസൽ ചെയ്താൽ ഇതിൻ്റെ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്, ട്രാൻസ്ഫറിങ്ങിനുള്ള ഗ്രേസ് പീരീഡ് 6 മാസമാണ്. അതായത് ലൈസൻസ് നിങ്ങളുടെ January 1 ക്യാൻസൽ ചെയ്തെങ്കിൽ June 30 മുന്നേ നമ്മൾ അബുദാബിയിൽ ലൈസൻസ് ആക്കണം. അതേസമയം നിങ്ങൾക്ക് ദുബായിൽ തന്നെ വീണ്ടും ജോലി ചെയ്യാനായിട്ട് വീണ്ടും 3 വർഷം വരെ അത് വാലിഡിറ്റി ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതായത് ഒരു അതോറിറ്റിയിൽ നിന്ന് മറ്റൊരു അതോറിറ്റിയിലേക്ക് മാറ്റണമെങ്കിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അതേസമയം തന്നെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ നിങ്ങളുടെ ലൈസൻസ് ക്യാൻസലായി വാലിഡ് ആയിട്ടുള്ള എലിജിബിലിറ്റി ലെറ്റർ നിങ്ങൾക്കുണ്ടെങ്കിൽ
അത് നിങ്ങൾക്ക് MOHലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഈ സെയിം തന്നെയാണ് ഇപ്പം അബുദാബിയിലുള്ള ഒരാൾക്ക് ദുബായിലോട്ട് പോകണമെങ്കിലും ലൈക്ക് ഹാദുള്ള ഒരാൾക്ക് DHAക്ക് പോകണമെങ്കിലും ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യണം. ഇപ്പം ദുബൈയിലേക്കാണ് നിങ്ങൾ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ അബുദാബിയിൽ നിങ്ങൾ മിനിമം 3 മാസം വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ദുബൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് മാറാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അബുദാബിയിലുള്ള ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് ദുബൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതോടൊപ്പം തന്നെ അബുദാബിയുടെ ലൈസൻസും ഗുഡ് സ്റ്റാൻഡിങ്ങും അബുദാബിയിലുള്ള എക്സ്പീരിയൻസും അപ്ലോഡ് ചെയ്യണം DHAയുടെ പോർട്ടലിൽ. എന്നിട്ട് എലിജിബിലിറ്റിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിനും എക്സാമിൻ്റെ ആവശ്യമില്ല. ഈ ഡോക്യുമെൻറ്റുകളൊന്നും ഡാറ്റ ഫ്ലോ ചെയ്യാനും ദുബായ് ഹെൽത്ത് അതോറിറ്റി പറയുന്നില്ല. ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അതോടൊപ്പം തന്നെ അബുദാബിയുടെ ലൈസൻസ് നമ്മൾ MOHലേക്കാണ് മാറ്റുന്നതെങ്കിൽ MOHൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ് അടയ്ക്കുന്നു, ഡാറ്റ ഫ്ലോ ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വെരിഫൈ ചെയ്യേണ്ടതെന്ന് MOH തീരുമാനിച്ച് നമുക്കൊരു പേയ്മെൻറ്റ് ലിങ്ക് അയക്കും. ആ പേയ്മെൻറ്റ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഫ്ലോയുടെ പേയ്മെൻറ്റ് അടയ്ക്കുക. അതിനുശേഷം ഇവാലുവേഷൻ ലെറ്റർ ജനറേറ്റ് ചെയ്യാനുള്ള പേയ്മെൻറ്റിൻ്റെ ലിങ്ക് വരും. നമുക്കത് അടച്ച് MOHലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എത്ര മാസം വർക്ക് ചെയ്താലാണ് എൻ്റെ ലൈസൻസ് ഒരു അതോറിറ്റിയിൽ നിന്ന് മറ്റൊരു അതോറിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത്? അതിനൊരു ടൈം പീരീഡ് ഇല്ല. എന്നാണോ നിങ്ങൾക്കൊരു ഹെൽത്ത് അതോറിറ്റിയുടെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ലൈസൻസ് ആയിട്ട് നിങ്ങൾക്ക് 2-ാം ദിവസം നിങ്ങൾക്ക് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമെങ്കിൽ അന്ന് മുതൽ തന്നെ നിങ്ങൾ എലിജിബിൾ ആണ് മറ്റൊരു അതോറിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതായത് ദുബൈയിൽ ഇന്ന് ലൈസൻസ് ആക്ടിവേറ്റ് ആയെങ്കിൽ നമുക്ക് നാളെ തന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്താൽ കിട്ടും. അബുദാബിയിൽ അത് 3 മാസം കഴിഞ്ഞാലേ ഗുഡ് സ്റ്റാൻഡിംഗ് ജനറേറ്റ് ആവുള്ളൂ. അതുകൊണ്ട് ഇതൊരു സിമ്പിൾ പ്രോസസ്സാണ് എല്ലാം. MOHലും 2 to 3 months കഴിഞ്ഞാലേ നമുക്ക് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് നിങ്ങൾ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റിന് എലിജിബിൾ ആവുന്നോ അന്ന് നിങ്ങൾ ലൈസൻസ് ട്രാൻസ്ഫറിനും എലിജിബിൾ ആണ്. അതേപോലെ എനിക്ക് വന്ന കുറച്ച് ചോദ്യമാണ്. അതായത് സപ്പോസ് ഒരാൾ UAEയിൽ എസ്പെഷ്യലി ദുബായിൽ വർക്ക് ചെയ്തു, ഒരു 2 വർഷം വർക്ക് ചെയ്തു, ശേഷം നാട്ടിൽ പോയി നല്ലൊരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പിന് ശേഷം അവർക്ക് വീണ്ടും തിരിച്ച് ഈ പറയുന്ന UAEയിലേക്ക് വരണം എന്നൊരു ആഗ്രഹം തോന്നിയപ്പം ഇവർക്ക് ഈ ഗ്യാപ്പ് ഒരു പ്രശ്നമാവുമോ? ഈ ഗ്യാപ്പ് എങ്ങനെ ഇവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും? ഇവർ വീണ്ടും DHA എഴുതേണ്ട വരുമോ? അല്ലെങ്കിൽ വീണ്ടും ഈ പറയുന്ന ഡേറ്റ ഫ്ലോ എല്ലാ വേരിഫിക്കേഷനും ഈ പ്രോസസ്സ് ഒന്നേന്ന് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ? ഇല്ല. അതായത് ഇപ്പോൾ ഒരാൾ ഒരു റിസൈൻ ചെയ്ത് ദുബൈയുടെ എടുക്കുകയാണ്, ദുബൈയിൽ നിന്ന് റിസൈൻ ചെയ്ത് അവർ നാട്ടിൽ പോയിട്ട് വിത്തിൻ 3 years 3 വർഷം വരെ നമുക്ക് അതിന് ഇതുണ്ട്. ഓരോ വർഷം നമുക്ക് ഈ എലിജിബിലിറ്റി ലെറ്റർ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമുക്ക് 3 വർഷത്തെ ഗ്യാപ്പ് വരെ അക്സെപ്റ്റ് ചെയ്യും. ഇനി അതിൽ കൂടുതലായെങ്കിൽ അപ്പോൾ ബേസ് ചെയ്യുന്നത് എന്നാണോ നിങ്ങൾ എക്സാം പാസ്സായത്. അതായത് നിങ്ങൾ 2024 എക്സാം പാസ്സായതെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിൽ ഇപ്പോൾ ഈ ഗ്യാപ്പ് ഓഫ് പ്രാക്ടീസ് 3 year കൂടുതലാണെങ്കിൽ നമ്മൾ അവിടെ നാട്ടിൽ 2 വർഷം ജോലി ചെയ്യണം. അവിടുത്തെ ലൈസൻസും ഗുഡ് സ്റ്റാൻഡിങ്ങും ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 year എക്സ്പീരിയൻസും ഡാറ്റ ഫ്ലോ ചെയ്ത് സെയിം DHAയുടെ പോർട്ടലിൽ അന്ന് നിങ്ങൾക്ക് ഏതായിരുന്നോ നിങ്ങളുടെ DHAയുടെ ID ലൈസൻസ് ഉണ്ടായിരുന്നു അതിൽ തന്നെ ഡാറ്റ ഫ്ലോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സാധിക്കത്തില്ല, പുതിയ പരീക്ഷ എഴുതേണ്ടി വരും. ഒന്നേ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അബുദാബിയുടെ കാര്യത്തിലും സെയിം തന്നെയാണ്. നിങ്ങൾക്ക് അബുദാബിയിൽ നിന്നും റിസൈൻ ചെയ്ത് നിങ്ങൾ നാട്ടിൽ പോവുകയാണെങ്കിൽ 3 വർഷം വരെ നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നമില്ല. വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഹോസ്പിറ്റലിൽ ജോലിക്ക് എടുക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിൽ അതോറിറ്റിയുടെ നിയമം എന്ന് പറയുന്നത് 3 വർഷത്തെ ഗ്യാപ്പ് ഓഫ് പ്രാക്ടീസ് അംഗീകരിക്കും. 3 വർഷത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം നിങ്ങൾ ജോലി ചെയ്ത് ആ പുതിയ ഡോക്യുമെൻറ്റും വാലിഡ് ആയിട്ടുള്ള ഹെൽത്ത് ലൈസൻസ് ഇന്ത്യയിൽ നിന്നും ഗുഡ് സ്റ്റാൻഡിങ്ങും വെരിഫൈ ചെയ്ത് നമുക്ക് സെയിം ID-യിൽ തന്നെ അന്നുണ്ടായിരുന്ന സെയിം ID-യിൽ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു ID ക്രിയേറ്റ് ചെയ്താൽ ആ IDയുടെ ക്രെഡൻഷ്യൽ നിങ്ങൾ കൃത്യമായിട്ടും കീപ്പ് ചെയ്യാനെ കൊണ്ട് ശ്രദ്ധിക്കുക. അതെ, അത് ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യം. ഇപ്പം നിങ്ങളൊരു കൺസൾട്ടൻസി വഴിയാണ് നിങ്ങൾ ഈ DHAയുടെ എക്സാമോ ഒക്കെ എടുക്കുന്നെങ്കിൽ അവർ പലപ്പോഴും കൊടുക്കില്ല. ഈ ID-യും പാസ്വേഡും ഒരു ചില ഏജൻസികളൊക്കെ പിടിച്ചു വെക്കും. അതിൻ്റെ ആവശ്യം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എപ്പോഴും നിങ്ങളുടേതാക്കി മാറ്റുക. അബുദാബിയിലാണെങ്കിൽ വളരെ സിമ്പിളാണ്, കാരണം അത് UAE പാസിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. അതുകൊണ്ട് ആ UAE പാസിനകത്തൂടി അത് ചെയ്യാൻ പറ്റുള്ളൂ. ദുബൈയിലാണെങ്കിൽ നമുക്ക് UAE പാസ് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ ആ UAE പാസിനകത്തേക്ക് ഇത് വെക്കുവാണെങ്കിൽ പിന്നെ ലൈഫ് ടൈം അവിടെ ഇരുന്നുള്ളൂ. അതിൻ്റെ ക്രെഡൻഷ്യൽ ഡീറ്റെയിൽസ്, അതായത് ആ UAE പാസിൽ യൂസ് ചെയ്ത മെയിൽ ID മൊബൈൽ നമ്പർ നിങ്ങൾ വാലിഡ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കണം. MOHലും സെയിം തന്നെയാണ്, UAE പാസ്സാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ ID-യിലും പാസ്വേഡിലും തന്നെ നിങ്ങൾ UAE പാസ് ക്രിയേറ്റ് ചെയ്യുക. എല്ലാ യൂസർ നെയിമും പാസ്വേഡും ഡാറ്റ ഫ്ലോ റിപ്പോർട്ടും എല്ലാം നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം.
അതുപോലെ തന്നെ ഇപ്പം ഞാൻ ദുബായ് വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണെങ്കിൽ എനിക്ക് അവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ, അതായത് വർക്ക് ചെയ്യുന്ന പ്രസൻറ്റ് ടൈമിൽ തന്നെ ഇപ്പോൾ എനിക്കൊരു ഹാദിലോട്ടോ അല്ലെന്ന് MOHലോട്ടോ എൻ്റെ ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? കാര്യം ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ എനിക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നിങ്ങളുടെ പ്രസന്റ് എംപ്ലോയർ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെയിം ടൈമിൽ തന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു സ്ഥലത്തെ നിങ്ങൾ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ അബുദാബിയിൽ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ അവിടെ ആ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. പലപ്പോഴും ഞാൻ കാണുന്നുണ്ട് ലൈസൻസ് എക്സ്പയർ ആയി പോകും ചിലരുടെ. ഇപ്പോൾ ചിലപ്പോൾ എംപ്ലോയർ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ലൈസൻസ് എക്സ്പയർ ആവും. ഒരിക്കലും നിങ്ങളുടെ ലൈസൻസുകൾ എക്സ്പയർ ആകാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളുടെ എംപ്ലോയറിനോട് പറഞ്ഞ് നിങ്ങൾ ആ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. ലൈസൻസ് എക്സ്പയർ ആകുക എന്ന് പറഞ്ഞാൽ ആ ലൈസൻസിൻ്റെ മുകളിലേക്ക് ഫൈൻ വരും. ഓക്കെ. നിങ്ങളിപ്പം ഇത്ര നാൾ ആക്റ്റീവായിട്ട് കിടന്ന് ഇത് എക്സ്പയർ ആയി പോവാണ്. എക്സ്പയർ ആക്കരുത്, ക്യാൻസൽ ചെയ്ത് തന്നെ നിങ്ങൾ ഇത് സൂക്ഷിക്കണം. ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിന് തന്നെ തുടർ ചോദ്യമായിട്ട് ചോദിക്കാം. അതായത് ഇപ്പം ഞാൻ ദുബായിൽ നിന്നുകൊണ്ട് DHA എനിക്ക് ഹാദിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കൊടുത്തു. ഇപ്പം വൺസ് അവിടെ ഹാദ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പം ഈ DHA ക്യാൻസൽ ആവത്തില്ലേ ഓട്ടോമാറ്റിക്കലി? അതോ അറ്റ് ടൈം നമുക്ക് 2 എമിറേറ്റ്സിൻ്റെ ലൈസൻസ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? നിയമപരമായിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്കൊരു സ്ഥലത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വർക്ക് ചെയ്യുന്ന എവിടെയാണോ ആ ലൈസൻസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പം ദുബൈയിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇവിടെ ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ അവിടെ നിങ്ങൾ റിസൈൻ ചെയ്തെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇവിടെ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അവിടെ റിസൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് റിസൈൻ ചെയ്ത് ഇവിടെ ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക. അന്നേരം ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇനി 5 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ദുബൈയിൽ വീണ്ടും പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല, 10 വർഷങ്ങൾക്ക് ശേഷം. ഓക്കെ, അത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പം നമ്മൾ ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ ഷാർജയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എങ്ങോട്ടാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു 10 വർഷങ്ങൾ നമ്മൾ പറയുന്നത് 10-15 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് വീണ്ടും ദുബൈയിൽ ആക്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അബുദാബിയിൽ ആക്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഷാർജയിൽ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അത് സാധിക്കും. വളരെ നിസ്സാരമായിട്ടുള്ള പ്രോസസ്സാണ്, വളരെ ഈസി പ്രോസസ്സുകളാണ് UAEയുടെ ഹെൽത്ത് ലൈസൻസിങ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 5 വർഷം കഴിഞ്ഞിട്ട് ദുബൈയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അബുദാബിയുടെ ലൈസൻസും ഗുഡ് സ്റ്റാൻഡിങ്ങും എക്സ്പീരിയൻസും പഴയ അന്നത്തെ ലൈസൻസ് ഉള്ള സെയിം പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുക. നേരെ എലിജിബിലിറ്റി ലെറ്ററിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുക. അന്നേരം തന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ലെറ്റർ ഇഷ്യൂ ചെയ്യും. ഇത് തന്നെ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് അങ്ങോട്ട് പോകാനും എല്ലാം ഈ വളരെ ഈസി ആയിട്ടാണ് ഈ പ്രോസസ്സ്. സപ്പോസ് ചിലർ ഇനീഷ്യലി ചിലപ്പം ലൈക്ക് സ്പൗസോ അല്ലെങ്കിൽ കിഡ്സോ ഒന്നും ഇല്ലാതായിരിക്കാം ചിലപ്പോൾ ദുബായിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വന്ന് ഫാമിലി വന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ ചിലപ്പോൾ ഈ എക്സ്പെൻസ് കുറഞ്ഞ എമിറേറ്റ്സിലോട്ട് പോകാൻ ശ്രമിക്കാം. അതാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ പോകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അത് ഒരു ബേഡൻ ആവത്തില്ലല്ലോ? ഒരിക്കലും ഗ്യാപ്പ് ഓഫ് പ്രാക്ടീസ് ഉണ്ടാവരുത് എന്നുള്ളത് മാത്രമേ. അതായത് നിങ്ങൾ എവിടെയാണെങ്കിലും ഗ്യാപ്പ് ഓഫ് പ്രാക്ടീസ് അധികം ഉണ്ടായത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചോദിക്കാത്ത ഒരു ചോദ്യത്തിനുള്ള ഒരു ഇത് പറഞ്ഞുതരാം. അതായത് പലപ്പോഴും ഒരാൾ റിസൈൻ ചെയ്തു പോവാണ്, പ്രത്യേകിച്ച് എല്ലാവരും പറയും 6 മാസത്തിനുള്ളിൽ വീണ്ടും എവിടെയെങ്കിലും ജോലിക്ക് കയറണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പേടിപ്പിക്കും. ഒരിക്കലുമില്ല. നിങ്ങൾ റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ആകെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഈ യുണീക്ക് ID, അതായത് യൂസർ നെയിമും പാസ്വേഡും UAE പാസിന്റെ ക്രെഡൻഷ്യൽ ഡീറ്റെയിൽസും, അതോടൊപ്പം തന്നെ നിങ്ങൾ ലാസ്റ്റ് എവിടെയാണോ ജോലി ചെയ്ത ആ എംപ്ലോയറിന്റെ സർവീസ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നിങ്ങൾ കീപ്പ് ചെയ്യുക. അതുണ്ടെങ്കിൽ വിത്തിൻ 3 ഇയേഴ്സിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്താൽ മതി. 6 മാസം 3 മാസം അങ്ങനെ ഭയപ്പെടുത്തിയിട്ട് നമ്മൾ പോയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. വെറുതെ മണി എക്സ്പെൻസ് ആണ്. അത് തന്നെയല്ല, അല്ലാത്തുള്ള ഒരുപാട് നിയമപ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. 3 വർഷം വരെ നിങ്ങൾ സേഫാണ്. നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം, നിങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരാം, ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ, എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള നമ്മുടെ മലയാളി ഡോക്ടർമാർ, നഴ്സുമാർ, ഈവൻ ഓൾ ഓവർ ഹെൽത്ത് പ്രൊഫഷണലുകൾക്ക് അവർ മെയിനായിട്ടും ഈ പറയുന്നൊരു വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ഈ ഓൾ പ്രോസസ്സിങ്, ലൈക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ മെയിനായിട്ടും വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ അവരറിയാതെ പോലും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരിക്കും? ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ജോലി ചെയ്തിരുന്ന ഇതിനു മുന്നേ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഇപ്പോൾ നിലവിലുണ്ടോ എന്നുള്ളത് അവർ കൺഫേം ചെയ്യണം. ഓക്കെ. അവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനം കരിമ്പട്ടികയിൽ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഡേറ്റ ഫ്ലോ ട്രാൻസ്ഫർ ചെയ്താണ് ഒരു അതോറിറ്റിയിൽ നിന്നും മറ്റൊരു അതോറിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ഡേറ്റ ഫ്ലോ ഒരു തവണയും കൂടി ഇത് വെരിഫിക്കേഷൻ നടക്കും. അപ്പോൾ അവർക്കൊരു സംശയം തോന്നുകയാണ് നിങ്ങളുടെ പ്രീവിയസ് എംപ്ലോയറിനെ കുറിച്ചെങ്കിൽ അവരത് വീണ്ടും വെരിഫൈ ചെയ്യുകയും അവിടെ നമുക്ക് ഡിസ്ക്രിപ്പൻസി, നെഗറ്റീവ് റിപ്പോർട്ട് വരികയും ചെയ്യും. അങ്ങനെ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് വന്നാൽ നമുക്ക് ഇവിടെ ലൈസൻസ് കിട്ടത്തില്ല പുതിയ അതോറിറ്റിയിൽ. ചിലപ്പോൾ ഇവർ നോട്ടിഫൈ ചെയ്താൽ പഴയ അതോറിറ്റിയിൽ നിന്നും നമ്മുടെ ലൈസൻസ് റിവോക്ക് ചെയ്യാനുള്ള സാധ്യതയും അവിടെയുണ്ട്. സാധ്യതകൾ മാത്രം. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിയെ ഇതിന് ഈ റിപ്പോർട്ട് ഒന്ന് കാണിച്ചിട്ട് ഈ റിപ്പോർട്ടിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റുമോ എന്നൊന്ന് ജസ്റ്റ്
ഒപ്പീനിയൻ എടുക്കാം. 1, 2, 3 സ്ഥലത്തു നിന്ന് ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ പലപ്പോഴും ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന HR ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ട്രാൻസ്ഫറിന് ശ്രമിക്കുമ്പോൾ അവർക്ക് അത്രയ്ക്കും ഏതൊക്കെ ഹോസ്പിറ്റലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള അറിവ് കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ ആ റിപ്പോർട്ട് നേരെ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് റിപ്പോർട്ടുകൾ വന്നു. അല്ല, അപ്പോൾ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. എൻ്റെ ഒരു ഡൗട്ട്, ഇപ്പം ഞാനൊരു സപ്പോസ് എനിക്കൊരു കുറച്ച് ഒരു 5-8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ നാട്ടിൽ ഈവൻ ഒരു ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനത്ത്, ഇപ്പോൾ സപ്പോസ് ബാംഗ്ലൂർ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു നമുക്കൊരു 2016 അല്ലെ 17 കാലഘട്ടത്തിൽ ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വരുന്ന സമയത്ത് ഞാനൊരു 2021 ഇവിടെ എത്തിയെന്ന് കൂട്ടിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാമെന്ന് ഞാൻ ആ സമയത്ത് ആ ഹോസ്പിറ്റൽ അവിടെ നിലവിലുണ്ടായിരുന്നു, ഫംഗ്ഷനിങ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ലിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ എൻ്റെ ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ അത് പോസിറ്റീവായിരുന്നു വന്നു. പക്ഷേ രണ്ടാമത് ഞാൻ വീണ്ടും ഈ പറഞ്ഞതിലോട്ട് ഞാൻ ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് അബുദാബിയിലോട്ട് മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പം എൻ്റെ ഇന്ത്യയിൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ അന്ന് വർക്ക് ചെയ്ത ആ ഹോസ്പിറ്റൽ ഇപ്പോൾ നിലവിലില്ല. ഈ പറഞ്ഞ അല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് ലിസ്റ്റിലോ പെട്ട ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അപ്പോൾ അവിടെ ഞാനൊരു 1 വർഷം അല്ല 1.5 വർഷം ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു അതെന്തായാലും പിന്നെ എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് ഈ ഡേറ്റാ ഫ്ലോയ്ക്ക് അത് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് അപ്പോൾ എനിക്ക് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും? അങ്ങനെ വരുമ്പോഴത്തേക്കും ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതിനൊക്കെ കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്, ഇപ്പം നിങ്ങൾ 3 വർഷം 2016 ഇന്ത്യയിൽ ജോലി ചെയ്ത ആ ഹോസ്പിറ്റലിന് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ഒരു അതോറിറ്റിയിൽ നിന്ന് മറ്റൊരു അതോറിറ്റിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടൊരു ഡേറ്റാ ഫ്ലോ ചെയ്യുക. ഫ്രഷ് ഡേറ്റാ ഫ്ലോ, നിങ്ങളുടെ ഡിഗ്രി വെരിഫൈ ചെയ്യുക, നിങ്ങളുടെ ദുബായ് ലൈസൻസ് വെരിഫൈ ചെയ്യുക, ദുബായ് ഗുഡ് സ്റ്റാൻഡിങ്, ദുബായ് എക്സ്പീരിയൻസ് മാത്രം. ഇന്ത്യയിൽ ഒന്നും കാണിക്കേണ്ട, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ മാത്രം കാണിച്ചാൽ മതി, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അപ്പം വീണ്ടും അങ്ങോട്ടൊന്നും വെരിഫിക്കേഷൻ പോകത്തില്ല. അതേസമയം നിങ്ങളുടെ CV നിങ്ങൾ ജോലി ചെയ്ത എല്ലാ ഹോസ്പിറ്റലുകളും കാണിക്കാം, പ്രശ്നമില്ല. CV നമുക്ക് കാണിക്കാം, പ്രശ്നമില്ല. പക്ഷേ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി തന്നെ ഇവിടെ തടസ്സപ്പെടുക. നിങ്ങൾ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്യുമ്പം നിങ്ങളുടെ പിന്നീടുള്ള നിങ്ങളുടെ ലൈസൻസിങ് പ്രോസസ്സിനെ മൊത്തത്തിൽ ഇത് ബാധിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ആയിട്ടൊരു ഡാറ്റ ഫ്ലോ ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല, നമുക്ക് അങ്ങനെ വരില്ല. അന്നേരത്തേക്ക് ഫ്രഷ് ആയിട്ട് മാത്രം ആ ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് നമുക്ക് വരും. അപ്പോൾ ഇനി നമുക്ക് ടിപ്സിലോട്ട് പോകാം. അതായത് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക്, ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ഈ പറയുന്ന അതർ എമിറേറ്റ്സിലോട്ട് പോകാൻ വേണ്ടി, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല കുറച്ച് ടിപ്സുകൾ എന്തൊക്കെയാണ്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റാ ഫ്ലോയിൽ ഒരിക്കലും നെഗറ്റീവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളും നിങ്ങളുടെ ജോലി ചെയ്ത സ്ഥാപനങ്ങളും നിലവിലുണ്ടെന്ന് തന്നെ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും ഒരു ഡിസ്റ്റൻസ് ലേണിംഗ്, പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഡിസ്റ്റൻസ് ലേണിംഗ് അംഗീകരിക്കുന്നില്ല. ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഓരോ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ വാലിഡ് അല്ല. അതുപോലെ തന്നെ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു തരാം, ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് BSc പഠിക്കുന്ന ഒരുപാട് നേഴ്സുമാരുണ്ട്. നമ്മുടെ ഡേറ്റാ ഫ്ലോയിൽ ആ പ്രശ്നങ്ങളൊന്നും വരാതെ ആക്റ്റീവ് എൻറോൾമെൻറ്റ് എന്ന് പറഞ്ഞു വരും. പക്ഷേ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ അപ്ഗ്രേഡ് ലൈസൻസ് ടൈറ്റിൽ അപ്ഗ്രേഡിന് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ജോലി ചെയ്യുകയും മറ്റൊരു രാജ്യത്ത് ഇത് പഠിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം കൃത്യമായിട്ട് വെക്കുകയും നിങ്ങൾ എപ്പോഴും അതാത് അതോറിറ്റികളുടെ നിയമമാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം ചെയ്യണം. PQR പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ് എല്ലാ പോർട്ടലുകളിലും, ദുബൈയുടെ പോർട്ടലും അബുദാബിയുടെയും ഷാർജയുടെയും പോർട്ടലുകളിലുണ്ട്. അത് വേണം, നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അതെടുത്തിട്ട് അത് മാത്രം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അതോറിറ്റി ടു അതോറിറ്റിയുള്ള ലൈസൻസ് ട്രാൻസ്ഫർ വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങൾക്ക് UAE എവിടെ വേണമെങ്കിലും ജോലിക്ക് ശ്രമിക്കാം. എവിടെയാണോ ജോലി കിട്ടുന്നത് അങ്ങോട്ട് നമുക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ന്യൂലി വന്ന ഒരു ന്യൂസ് ആയിരുന്നു യൂണിഫൈഡ് ലൈസൻസ് അല്ലെങ്കിൽ യൂണിഫൈഡ് എക്സാമിനെ കുറിച്ച്. ഇതുവരെ അങ്ങനെയുള്ള ഒരു തീരുമാനങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ലൈസൻസ് ട്രാൻസ്ഫർ പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ലൈസൻസ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും, അല്ല നിങ്ങൾക്ക് ഇനി ലൈസൻസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനും ടീമിൻ്റെ ഒരു വലിയൊരു ടീമും ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം, നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിബിനെ വിളിക്കാം. ഏത് സമയത്തും വിളിച്ചാൽ ടിബിൻ നിങ്ങൾക്ക് വേണ്ട A-to-Z കാര്യങ്ങളും നിങ്ങളുടെ ലൈസൻസ് ട്രാൻസ്ഫറിങ്ങിനുള്ള A-to-Z കാര്യങ്ങളിലും ടിബിൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ടിബിൻ വീണ്ടും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.